ഞാൻ എൻ ശ്രീകുമാറിലേക്കും രാജു എബ്രഹാമിലേക്കും പോകുന്നതിന് മുമ്പ് ഒരൊറ്റ വാചകത്തിൽ താങ്കളോട് ഞാൻ ചോദിക്കട്ടെ. ഈ കാലം അത്രയും കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ജനങ്ങളോട് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് വരേണ്ട ഒരു ഉത്തരമുണ്ടായിരുന്നു. ആ ചിത്രം എങ്ങനെയാണ് ഉണ്ടായത്, അതിൽ വന്ന ആളുകൾ എങ്ങനെ അവിടെ എത്തിയെന്ന്, അതിന് ഉത്തരം പറയാതെ എങ്ങനെയാണ് ഇവരൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ലാലേ, സോണിയാഗാന്ധിയെ കാണുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ ആ ചോദ്യം വളരെ സിമ്പിളാണെങ്കിലും അതിനുള്ള ഉത്തരം ഇത്ര നീണ്ടതാണ്. അത്ര എളുപ്പമൊന്നുമല്ല. ഏത് മുന്തിയ കോൺഗ്രസ് നേതാവാണെങ്കിലും രാജ്യത്തെ നമുക്ക് ഹൈദരാബാദിലെ സ്ഥിതി അറിയാമല്ലോ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി രാജ്മോഹൻ റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും സോണിയാഗാന്ധിയെ പോകാൻ കാത്തിരുന്നിട്ട് 2 ദിവസം അവിടെ കാത്തിരുന്നിട്ട് കാണാൻ പറ്റിയില്ല ലാൽ. ഒടുവിലവർ നിരാശരായിട്ട് തിരിച്ചു പോകുന്നു. എന്നിട്ടാണ് ആ ഗവൺമെൻറ് ഒരു സംസ്ഥാനം മുഴുക്കുകയും തട്ടി തകർന്നു പോകാൻ കാരണം ആ ഒരു സംഭവമായിരുന്നു. അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച സംഭവമായിരുന്നു ലാൽ. സോണിയാഗാന്ധിയെ കാണാൻ പറ്റിയില്ല, മകൻ രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റിയില്ല. ഓർക്കണം, അങ്ങേയറ്റത്തെ സുരക്ഷ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ പോറ്റി എന്ന ഭൂലോക കള്ളൻ, നമ്മൾ ടെലിവിഷനിലെ വാർത്തക്കൊക്കെ ഉപയോഗിക്കുന്ന ഇത്രയും കടുത്ത കൈയാണെന്ന് എനിക്കറിയാം. നമ്മൾ ഏതായാലും കൊള്ള, ഭയങ്കര കൊള്ള. അയ്യപ്പൻ്റെ നമുക്കൊക്കെ ഉണ്ടല്ലോ, വഴിയിലൊരു സ്വർണ്ണമോതിരം കിട്ടിയാൽ, നമ്മുടെ സ്കൂൾ പിള്ളേർ കിട്ടിയാൽ പോലും അതുകൊണ്ട് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കും. നമ്മുടെ വഴിയാത്രക്കാർക്ക് കിട്ടുകയാണെങ്കിൽ സാധാരണഗതിക്ക് സാധാരണ മലയാളി അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കും. കേട്ടോ, ഞങ്ങൾക്കൊരു കളഞ്ഞു കിട്ടിയതാണ് ഈ ഒരു ചെറിയ സ്വർണ്ണ നാണയം അല്ലെങ്കിൽ എന്താണ് വാട്ടവർ. പക്ഷേ ഇവിടെ ഒരു അയ്യപ്പൻ്റെ, ഒരു ഭഗവാന്റെ, അതിന് ഭഗവാനൊക്കെ കാവൽ നിൽക്കുന്നവരാണ്, അവർ അഴിച്ച് മാറ്റിയെടുക്കുകയാണേ കിലോ കണക്കിന് സ്വർണം. അതിന് ചങ്കൂറ്റമുള്ളവർ അതൊരു വലിയ കൊള്ള തന്നെയാണ്, ഭയങ്കര കൊള്ള തന്നെയാണ്, പകൽ കൊള്ളയാണത്. അങ്ങനെ കൊള്ള നടത്തിയവർക്ക് സോണിയാഗാന്ധിയുടെ പോകാൻ കഴിഞ്ഞുവെങ്കിൽ അത് അത്ര നിസ്സാരക്കാരല്ല എന്ന് വേണം പറയാൻ. അതിനാരൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് കോൺഗ്രസ് മിണ്ടുന്നില്ല. എന്തുമാവട്ടെ, അത് സംഭവം വളരെ ദുരൂഹമാണ്, വളരെ ദുരന്തവുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.